താരസംഘടനയായ അമ്മയുടെ നിർണായകമായ യോഗം കൊച്ചിയിൽ അവസാനിച്ചു. അതിനുശേഷം വിവിധ താരങ്ങൾ പ്രതികരിച്ചു. അതിലേക്ക് അല്ല, അമ്മ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലല്ലേ? ഇതിനകത്ത് അല്ലാതെ ഒരു റൂളിംഗ് പാർട്ടി അല്ലെങ്കിൽ വേറൊരു പാർട്ടിയല്ല. ഇത് എല്ലാവരും കൂടിയിട്ട് അമ്മ ഈ ആക്രമിക്കപ്പെട്ട ഒരാളുണ്ടല്ലോ, അവരെയും മാക്സിമം ഞങ്ങൾ ഫ്രം ദി ഡേ വൺ മിക്കവാറും ഉണ്ടാവില്ല. കാരണം ഞങ്ങൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നുണ്ട്. അത് നാളെ പറയും അവർ. എന്താ ഞാൻ ഇന്ന് ഈ വിഷയം നാളേക്ക് വെച്ചിരിക്കുകയല്ല ചർച്ചകൾ. കാരണം ഇപ്പോൾ നമുക്ക് അതായത് ഒരുപാട് വളരെ സീരിയസ് ആയിട്ടുള്ള വേറെ കുറേ ഇഷ്യൂസ് നമുക്കുണ്ട്. കാരണം ഒന്നാമത്തെ പ്രശ്നം ഇൻകം ടാക്സിൻ്റെ പ്രശ്നം. 3.5 കോടിയോളം ഇൻകം ടാക്സ് കെട്ടേണ്ടി വന്നു. പിന്നെ ഇതുണ്ടല്ലോ എക്സൈസ് ഡ്യൂട്ടി, അതുമാതിരി സർവീസ് ടാക്സ്, അതൊരു ഏതാണ്ട് 3.25 കോടി റുപ്യ. അതുകൂടാതെ 3 കോടി റുപ്യോളം നമ്മൾ ചാരിറ്റബിളായിട്ട് ഈ വർഷം ചിലവ് ചെയ്യണം. അപ്പോൾ അത് നോക്കുമ്പോൾ ഏതാണ്ട് ഒരു 9 crores റുപ്പീസ് നമ്മൾ ഈ വർഷം കെട്ടണം. ഇതിന് മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള പിന്നെ ഇപ്പോൾ ഫണ്ട് എന്ന് വെച്ചാൽ 10 കോടിയുള്ളൂ. അപ്പോൾ അതാണ് ഇന്നത്തെ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിങ്ങിൽ വളരെ ഗൗരവമായിട്ട് അത് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. മനസ്സിലല്ലേ? എന്ത് ധാരണ? അല്ല, ഇത് അല്ല, പോലീസിന്റെ കയ്യിലുള്ള ഒരു സംഗതിയല്ലേ. നമുക്ക് എന്ത് ധാരണ ഉണ്ടാക്കാൻ പറ്റും? അത് നാളെ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ അതിനുള്ളൊരു ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവില്ല. കാരണം അമ്മ എന്ത് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു ചോദ്യം എല്ലാവർക്കും ഉണ്ടല്ലോ. മനസ്സിലല്ലേ? അങ്ങനെയാണല്ലോ ഇപ്പോൾ എല്ലാവരും പറയുന്നത്. അമ്മ ഒന്നും ചെയ്തില്ല എന്നത്. അമ്മ ചെയ്ത കാര്യത്തിനെ പറ്റി ഇതിൻ്റെ ഭാരവാഹികൾ നാളെ എക്സ്പ്ലെയിൻ ചെയ്യും. ഇല്ല. അല്ല, ഞങ്ങളുടെ മെയിൻ അജണ്ട ഞാൻ പറഞ്ഞില്ലേ, ഈ ഇൻകം ടാക്സിൻ്റെയും സർവീസ് ടാക്സിൻ്റെയും ഈ ചാരിറ്റബിൾ ആയിട്ടുള്ള ഒരു 3 കോടി റുപ്യോളം ചിലവാക്കണം എന്നുള്ള ആ ഇഷ്യൂ ഉണ്ട് നമുക്ക്. അതാണ് നമ്മളുടെ സാമ്പത്തികമായ ഈ അമ്മയുടെ ഭദ്രത, ഈ സാമ്പത്തിക ഭദ്രത തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണത്. ചർച്ച ചെയ്ത് നാളെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇന്നൊന്നും അതിനെപ്പറ്റി സംസാരിച്ചു. കാരണം വെച്ചാൽ അത് നാളെ തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. അതുണ്ടാവുമല്ലോ. അല്ല, തീരുമാനം എടുക്കാൻ പറ്റില്ല നമുക്കൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് എന്ന് വെച്ചാൽ നമുക്കുണ്ട്. അതൊക്കെ ജനറൽ ബോഡിയിൽ ആരെങ്കിലും ഉന്നയിക്കുകയാണെങ്കിൽ അത് നമ്മൾ ചെയ്യും. ഇവിടെ ഇല്ല, ഉന്നയിച്ചിട്ടില്ല. അങ്ങനെ ചർച്ച ചെയ്യണമെന്നൊന്നും അവിടെ ആ സംഘടന ഉന്നയിച്ചിട്ടില്ല. രമ്യ നമ്പീശൻ ഷൂട്ടിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പം ഞങ്ങളിവിടെ വെച്ചാൽ രമ്യ നമ്പീശൻ്റെ ഒരു ഫോൺ വന്നിരുന്നു. ഷൂട്ടിംഗ് ഉണ്ട്, ചെന്നൈയിലാണെന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവർ പെർമിഷൻ ഉണ്ട്. ഇല്ല. കാരണം ഞങ്ങൾക്ക് ഇതിലും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു.